ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളും NDAയും എല്ലാം ഒരുപാട് പുതുമുഖങ്ങളെ ചെറുപ്പക്കാരെ അവതരിപ്പിച്ചാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ പൂവച്ചൽ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ഗോപു. KSUവിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. ഗോപു ആദ്യ തെരഞ്ഞെടുപ്പ് അംഗമാണ്. ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട്? അല്ല, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വലിയ സ്വീകാര്യത അത് തന്നെ നിലവിൽ ഒരു വലിയ വിജയക്കുതിപ്പിലേക്ക് പോകാൻ സാധിക്കും. അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തോടെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഒരു യുവാവെന്നുള്ളൊരു പരിഗണനയൊക്കെ വലിയ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പലർക്കും വേണ്ടി തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിച്ച അനൗൺസറായും പ്രാസംഗികനായിട്ട് വന്നിട്ടുള്ള മേഖലയാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് വോട്ടഭ്യർത്ഥിച്ചിറങ്ങുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഒരു കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു ഡിവിഷനാണ്. തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? പരമാവധി എല്ലായിടങ്ങളിലേക്കും ഓടിയെത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷെ പോയ ഇടങ്ങളിലെല്ലാം ജനങ്ങളിൽ നിന്നിട്ടുള്ള സ്വീകാര്യത വളരെ വലുതാണ്. ഈ ഡിവിഷൻ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇത്തവണ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അത് ജില്ലയിലായിക്കോട്ടെ, പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ, ബ്ലോക്ക് ഡിവിഷനിലായിക്കോട്ടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട്. എന്ത് പറഞ്ഞാണ് ആളുകളോട് ഉപയോഗിക്കുന്നത്? അല്ല, ഞങ്ങൾ യുവാക്കളാണുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വരുന്നത് സാധാരണ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു മനുഷ്യൻ്റെ ദൈനംദിനമായിട്ട് കാര്യം, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ നാട് ഒരുപാട് വികസിക്കേണ്ടതായിട്ട് ഒരു നാട്ടിൻ പ്രദേശമാണ്. പൂവച്ച ജില്ലാ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു നാട്ടിൻ പ്രദേശമാണ്. ഈ നാട്ടിൻ പ്രദേശത്ത് ഒരുപാട് വികസനങ്ങൾ ഇനിയും നടപ്പിലാക്കേണ്ടതായിട്ട് നമ്മുടെ യുവാക്കളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ടതായിട്ടില്ല. അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കുണ്ടാകും. നഗരത്തിൽ നിന്നൊരല്പം വിട്ടുകിടക്കുന്ന സ്ഥലമാണ് എന്ന് മാത്രമല്ല വലിയൊരു ഡിവിഷനിലാണ്. ഓടിയെത്തിൽ നടക്കുന്നുണ്ട് നല്ല മഴയും. അല്ല, നമ്മുടെ പ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംഘടനാ പ്രവർത്തന രംഗത്ത് ഓടി നിന്നിട്ടുള്ളവരാണ്, ഓടി നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതൊരു പ്രയാസകരമായിട്ട് തോന്നിയിട്ടില്ല മഴയും. കാരണം ഇതിനേക്കാളേറെ സമരങ്ങൾ ചെയ്ത് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളതാണ്. നിരവധി തവണ ജയിൽവാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞങ്ങൾ തളർന്നു പോയിട്ടില്ല. അതാണ് എന്തായാലും മഴയ്ക്കും വെയിലിനും ഒന്നും തളർത്താൻ പറ്റാത്ത പോരാട്ട വീര്യവുമായി ഒരുപാട് ചെറുപ്പക്കാർ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി തന്നെയുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മളിപ്പോൾ കണ്ട ഗോപു.